നിങ്ങൾ ഈ ഇപ്പൊ നന്ദൂട്ടി ആണെങ്കിലും പുതിയ പുതിയ മെമ്പേഴ്സ് ഇങ്ങനെ വരുമ്പോഴത്തോലും നിങ്ങളുടെ ഒരു ഫാമിലി തന്നെ മൊത്തത്തിൽ അങ്ങ് വലുതായിക്കൊണ്ടിരിക്കുക. നന്ദൂട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ റീസെന്റ് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായല്ലോ. അതായത് ഒരു അമ്മ വന്നിട്ട് മറ്റേ ഫോട്ടോ എടുക്കാൻ നേരം നന്ദൂട്ടിയുടെ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ട് പോയത്. അപ്പൊ ആന്റി ഒക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനല്ല സത്യം മനസ്സിലാക്കുന്നത് പറഞ്ഞാല് ഈ സാധനം ഞാൻ അറിയണില്ല. നന്ദൂട്ടിയുടെ അമ്മയും മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെ, രണ്ടുപേരും പൊന്നിട്ടു. എന്താ സംഭവം, എന്താ കഥ നീ പറ. കഥ എനിക്ക് പകുതി അറിയുള്ളൂ, ബാക്കി പോലെ അമ്മയ്ക്കാണ്. അതായത് മെയിനായിട്ട് ഞാനിത് അറിയണമെന്ന് പറഞ്ഞാല് നമ്മൾ അന്നത്തെ പരിപാടി കഴിഞ്ഞു പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം അന്ന് ഷൂട്ടുണ്ട്, ഉപ്പും മുളകിന്റെ ഷൂട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേയാ. അപ്പൊ ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാ പോന്നേ. അപ്പൊ പറഞ്ഞു എന്നെ ചേച്ചി 7 മണി തൊട്ട് 10 മണി വരെയാണ് പ്രോഗ്രാം, അതിനുള്ളിൽ എപ്പോഴേലും വന്നാൽ മതി. പുനലൂരാണ് പ്രോഗ്രാം, ഓർക്കണം. എറണാകുളത്ത് നിന്ന് പുനലൂർ വരെ ട്രാവൽ ചെയ്യണമെങ്കിൽ വൈകുന്നേരം വേണം, ഒരു 5 മണിക്കൂർ എങ്ങനെ പോലും വേണം. 5-6 മണിക്കൂർ വേണം. ചിലപ്പോ 6 പിടിക്കും. പോട്ടെ 5 പിടിച്ചോ, കോട്ടയം വഴിയൊക്കെ പിടിച്ച് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 5-ന് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരു 5 മണിക്ക് ഇറങ്ങിയാലേ 10 മണിക്കെങ്കിലും അവിടെ എത്തൂ. ആണോ? അതെ. അപ്പൊ ഇവിടുത്തെ ഷൂട്ട് തീരുന്ന 6-7 മണി സമയത്താണ്. അപ്പൊ ലാസ്റ്റിലത്തെ ഒരു സീന് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് ഷൂട്ടിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് നമ്മൾ 4:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി ചാടി ഇല്ല, എന്താ പറയണ്ടോ, ഡ്രൈവറിനൊരു സമാധാനം പോലും കൊടുക്കാതെ. അന്ന് എന്നും വരുന്ന ഡ്രൈവറും അല്ല, ഒരു കൊച്ചു പയ്യനായിരുന്നു നമ്മുടെ. അപ്പൊ ഇവൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും അതായത് കറക്റ്റ് പറഞ്ഞു ഓടിക്കാറായി. ഓടിച്ചു തുടങ്ങി 1 മാസം ആയെങ്കിൽ പുള്ളിക്കാരൻ ഓടിച്ചു തുടങ്ങി 1.5 വർഷമായിട്ടുള്ളൂ. കൈ തെളിഞ്ഞങ്ങോട്ട് ഉച്ചക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നി വരുന്നില്ല, ഡ്രൈവർ സെറ്റ് ആയില്ല, നമ്മുടെ ഡ്രൈവർ ഇല്ല, അൽസു ഇത്രയും ദൂരം ഒന്നും ഓടിക്കാറായില്ല, വീട് അടുത്ത വർഷം വരാം, അല്ലെ വരുന്ന സമയത്ത് പത്തനാപുരത്ത് വരുന്ന സമയത്ത് പുനലൂർക്ക് വരാമെന്ന് പറഞ്ഞു. നീണ്ട കഥയാണ്. അപ്പോൾ ഇവള് ഭയങ്കര ബഹളം, കുഞ്ഞ് കേശുചേട്ടൻ വരുന്നില്ലേ, കേശു മാമനല്ലേ, കേശു വരുന്നില്ലേ. ഇതുവരെ പെട്ടെന്ന് തന്നെ ഇവള് ഫോൺ കട്ട് ചെയ്ത്, കുഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അയ്യോ, പിണങ്ങി അങ്ങ് പോയി. അവള് ഫോൺ കട്ട് ചെയ്തിട്ട് അവൾക്ക് അറിയാമല്ലോ, ഫോൺ എൻഡ് ബട്ടൺ കട്ട് ചെയ്തിട്ട് അവള് പോയി. ഞാൻ വീണ്ടും വിളിച്ചോ, പൊന്നു പറഞ്ഞു ഇവിടെ ഭയങ്കര കരച്ചില്ലാന്ന് പറഞ്ഞു. അതായത് എല്ലാരോടും ഈ കുഞ്ഞു പറഞ്ഞു വരും വരും വരും. അങ്ങനെ ഇവര് തന്നെ സെറ്റ് ചെയ്യുന്ന പൊന്നിയുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു മകനെങ്ങാണ്ടാണ് ഈ പയ്യൻ ഡ്രൈവറായിട്ട്. ഡ്രൈവർ അല്ല, അവനിവിടെ പഠിക്കുന്ന ഒരു പയ്യന്. അവര് സെറ്റ് ചെയ്തത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 4:30 ഇവിടുന്ന് പോകുന്നു, എല്ലാം പോട്ട്. അവിടെ ചെല്ലുന്നത് 9:45 സമയത്താണ്. 9:50 ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ചെല്ലുന്നത്. അപ്പോൾ 10 മണിക്ക് ഇറങ്ങണം എന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ്. ഏത് ഓഡിറ്റോറിയംകാരനായാലും അങ്ങനല്ലേ, 7 മണിക്ക് തുടങ്ങുന്നൊരു പ്രോഗ്രാം, 10 മണിക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞാലേ ഒരു 11 മണിയാകുമ്പോൾ അവന് ക്ലീൻ ചെയ്ത് അത് തിരിച്ചു കൊടുക്കത്തുള്ളൂ. 9:50 ഞങ്ങൾ ചെല്ലുന്നു. അവളാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിട്ട് അവിടെ പോയി ഇരിപ്പുണ്ട്, ചെറുത്. ബാക്കിയുള്ളവരുടെ ഒക്കെ കാര്യം വിടും നന്ദൂട്ടി. കാരണം എല്ലാരും വന്നു, ബർത്ത്ഡേ കേക്ക് മുറിച്ചു. ഞങ്ങൾ കേക്കൊന്നും ഇല്ല. കേക്ക് മുറിക്കുന്നവരെയൊക്കെ മാമ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് കുറച്ച് കൊച്ചേ മാമ സത്യം പറ വരുന്നുണ്ട്, വന്നോണ്ടിരിക്കുക. എപ്പോ അപ്പൊ എന്നെ വിളിച്ച്, മാമ വരുന്നു വന്നോണ്ടിരിക്കുക. മാമ ശരിക്കും എവിടെന്ന് പറഞ്ഞേ, ഞാൻ ഇവിടെ ഷൂട്ടിനെടുത്ത് ഇപ്പൊ പെട്ടെന്ന് വായിങ്ങോട്ട്. ശരി, കുഞ്ഞിനറിയത്തില്ലല്ലോ ദൂരം എത്ര ദൂരം ഉണ്ടെന്ന്, ഇത്ര സമയം ഉണ്ടെന്ന്. അപ്പൊ അവള് വിചാരിച്ച് വരത്തില്ലായിരിക്കും. അങ്ങനെ ആളങ്ങ് ഡെസ്പായി എന്നൊക്കെ പറയേണ്ടി വരും. ഇവൻ ചെന്നിട്ട് കുറെ നേരം പിടി കൊടുത്തില്ലല്ലോ, പിണങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഇവര് വണ്ടിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാൻ എന്നിട്ട് പതുക്കെ നടന്നു കയറുന്നുള്ളൂ. ഞാൻ നീ കയറിപ്പോകോ, നീ കുഞ്ഞിനെ പോയി കാണുമെന്ന് പറഞ്ഞു. വേറൊന്നും വേണ്ട, ഷട്ടർ താക്കുന്നതിന് മുമ്പ് കാണും. ഫുഡ് കഴിച്ചില്ലേലും കുഴപ്പമില്ല, അവിടെ കയറി സ്റ്റേജിൽ കയറി അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്ക്, തീരുന്നു. അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് നിൽക്കാം. ആ ചേച്ചി മാത്രമൊന്നുമല്ല, അവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ. കേശുചേട്ടാ ഒരു ഫോട്ടോ, മക്കളെല്ലാവർക്കും എടുത്തു തരാം, നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവന് ഓടി കയറി പോകുന്നത്. അത് കാരണം നമ്മൾ അത്രയും തീ പിടിച്ച് കയറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് ഇടുമ്പോ എന്തറിഞ്ഞിട്ടാണ് സംഭവം. നമ്മൾ ഇത്രയും സ്റ്റോറി ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നത് വരാന്ന് അല്ല, കോമഡി എന്ന് പറഞ്ഞല്ല. ആ വീഡിയോ എടുത്തോണ്ടിരുന്ന ചേട്ടന്മാരും ഇവിടെ കൊച്ചവിടെ നിക്കണെന്ന് പറഞ്ഞിട്ടാണ് പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാരും പോണത്. കാരണം അത്രയും ഞാൻ ലേറ്റ് ആയിട്ട് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് വീഡിയോ അങ്ങനെ ഇട്ട്. അതെ, അവരൊന്നും കേസ് വന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരത്രേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടവരാണ് വിചാരിച്ചത്, അവർ തെറ്റിദ്ധരിച്ചാണ് സംഭവം. പക്ഷെ ബേസിക്കലി
ആലോചിക്കുമ്പോ രണ്ടു വശം ആലോചിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയണേ പറയാം. അതെ അതെ അതെ. ആലോചിക്കാതെ ഒറ്റപ്പുത്തി ചിലപ്പോ എന്തെങ്കിലും തിരക്കിൽ വന്നതായിരിക്കാം എന്ന് ചിന്തിക്കാം. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് മേ ബി ഇത്രയും ലേറ്റ് ആണ് ഒന്നും അറിയില്ലല്ലോ. ആ ഒരു കട്ടിങ് വെച്ചിട്ടാണ് എടുത്തതും, അതിന് തൊട്ട് മുമ്പുള്ളതും ഇല്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞ രീതിയിലും വ്യത്യാസമുണ്ട്. ചിലവരുണ്ട് ടോൺ ശ്രദ്ധിക്കില്ല, പകരം അങ്ങ് അവരെന്താണോ കേൾക്കുന്ന ആ സാധനത്തിന്റെ മാത്രമേ എടുക്കുള്ളൂ. പകരം ടോൺ എന്താണ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണ് പറയുന്നത് മനസ്സിലായി. നമ്മൾ പറഞ്ഞത് ചേച്ചി അതാ പറഞ്ഞു ഞാൻ ചേച്ചി ഓക്കെ പോലെ ഞാൻ ഇവിടെ നിൽക്കാം, അതാണ് പുള്ളിക്കാരി ലൈന്. നമ്മൾ പറഞ്ഞതും അങ്ങനെയാണ്. അല്ല ചേച്ചി ഇതാ പറഞ്ഞു പോട്ടെ, അത് നോക്കാതെ ഒന്നും പോയതല്ല, നോക്കാതെ ചേച്ചി പോണെന്നും പറഞ്ഞില്ല, ചേച്ചി ഇതാ പറഞ്ഞേ. നമ്മളെ അതായത് പക്ഷെ വേറെ കാര്യം കൂടെ, അവിടെ 5-6 യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, ചാനൽ ഉണ്ടായിരുന്നു. അത്രയും ആ പിള്ളേർ സെറ്റ് എല്ലാം 7 മണി തൊട്ട് അവിടെ ഇരിക്കുക. ഞാൻ നോക്കുമ്പോ കഴിച്ചില്ല നീ വന്നിട്ട് കഴിക്കാൻ ഞങ്ങളുടെ കൂടെയാണ് ആ കുട്ടികളെല്ലാം കഴിച്ചത്. ഈ ചാനലിൽ വന്ന് ഒത്തിരി കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു, 4 പേരോ 5 പേരോ ഉണ്ടായിരുന്നു. എല്ലാരും അവന് വേണ്ടി ഇവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ ഇറങ്ങി ചെന്നിട്ട് സെൽഫി എടുത്ത് ഇങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്ത് ഓഡിറ്റോറിയംകാരന്റെ തെറിവിളി ഇവരെ കേൾപ്പിച്ച് ഞാനുള്ളവർക്കെല്ലാം ഫോട്ടോ എടുത്തിട്ട് ഞാൻ കയറാനാണെങ്കിൽ ഓഡിറ്റോറിയം അടച്ചിട്ടേ ഞാൻ അകത്തില്ല. എന്നിട്ട് ചെന്ന് ഫോട്ടോ എടുത്ത് ഇവക്ക് ഗിഫ്റ്റും കൊടുത്ത് അവരുടെ കൂടെ ഒരു പാട്ടിട്ട് ഡാൻസും കളിച്ചിട്ടാണ് ഓഡിറ്റോറിയംകാരൻ പറഞ്ഞ് ഇനിയെങ്കിലും മറ്റേ അവൻ വന്നല്ലോ അല്ലേ, എന്നാ പിന്നെ ഇനി പൊക്കൂടെ. അന്ന് ഓഡിറ്റോറിയത്തിന്റെ ഓണർ ഏറ്റവും കൂടുതൽ ശപിച്ചത് നിന്നായിരിക്കും. എന്ത് വരാത്ത എറണാകുളത്തുനിന്ന് വരുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഞങ്ങൾ അവിടുന്ന് വന്നത് 12:15 അവിടുന്ന് വണ്ടി തിരിച്ചെടുത്ത് ഐസാക്കി റെഡിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് വരെ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നേരം മാമ പൊട്ടിക്ക് ഓക്കെ അല്ലേ. കുറച്ച് അടുപ്പം കൂടുതലുണ്ട്. എന്തോ സംഭവം പാറക്കുട്ടിക്ക് കുശുമ്പ് വരാറുണ്ടോ ഇത് കാണുമ്പോൾ? സെറ്റിൽ വന്ന് കാണണം എങ്ങനെ ഇവര് തമ്മിൽ നീ എങ്ങനെ ഇവര് രണ്ടാളെയും കൂടെ ഒരു കാലിൽ അവളെ ഒരു കാലിൽ പ്രശ്നം പറയും. ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രശ്നം രസമാണ്. അതായത് ഞാൻ സീൻ പഠിക്കാൻ വിചാരിച്ചോ, വായിച്ചോണ്ടിരിക്കും. ഇപ്പൊ ചിലപ്പം പാറു അപ്പുറത്തെ മര്യാദയ്ക്ക് സീറ്റ് ഇരിക്കുകയായിരിക്കും, കല്ല് എവിടുന്നേലും വിളിച്ചോണ്ട് വരും. ഡയലോഗാണ് നമ്മള് പിന്നെ പറഞ്ഞേരം ചക്കര പറഞ്ഞിട്ട് വിടും. ആള് വന്നിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയർ കിടപ്പുണ്ടോ, ഇരിക്കൂല, നേരെ വന്ന് കയറി ഇവിടെ അങ്ങ് ഇരിക്കും. അവിടെ ഇരിക്കണോള് പതുക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും. പിന്നെ ഓരോരോ കൈകളായിട്ട് വരും. അവസാനം ആള് മൊത്തം ഇവിടെ ഇരിക്കും. അപ്പൊ ഞാൻ ചെറിയ രണ്ടിന്റെയും കാര്യം ഓക്കെ, എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഇവിടെ എന്തായിരുന്നു ഇരിക്കണേ, സീൻ പഠിക്കാൻ. പിന്നെ പഠിക്കണം രാവിലെ രണ്ടും ഞാൻ ഓടിക്കും, അല്ലേ പഠിക്കാൻ പറ്റൂല. മണി ഇരിക്കണേല്ല പ്രശ്നം. രണ്ടുപേരും കൂടെ ഞാൻ കണ്ണാടി വെച്ചുകൂടാ, അല്ലുവിന് മുഖത്ത് ഫുള്ള് തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണാടി ഒരുങ്ങി മേടിക്കും. കണ്ണാടി വെക്കില്ല, മറ്റേ കണ്ണാടി വെക്കണോ? മറ്റേ അതില്ല, ഒരു ചേട്ടന്റെ കണ്ണാടി ഒന്നും ചെയ്യില്ലതാ, ഇങ്ങനെ അങ്ങ് വലിക്കും. ഇപ്പതാ ഇതിപ്പോ ഞാൻ മാറിയ ഫ്രെയിം എന്ന് തോന്നുന്നല്ലേ, മറ്റേ ഫ്രെയിം ഇങ്ങനെ ഇരിക്കണേ. ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു. ഈ പാറുക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഇളയ കുഞ്ഞു വരുമ്പോ ഉള്ള മൂത്ത പിള്ളേർ അതേ സ്വഭാവം അല്ലേ, സെയിം. അടിയുണ്ടാവും, ഇവര് തമ്മിൽ. എന്റെ ചേട്ടൻ എന്റെ ഒരു ദിവസം ഭയങ്കര വഴക്ക്, എന്നെ വിളിച്ചിട്ട് പൊന്നിയാണോ ഗംഗയാണോ പാറുവിന്റെ അമ്മയാണോ രണ്ടുപേരും അമ്മ വിളിച്ചിട്ട് ഇവിടെ മുടിഞ്ഞ വഴക്കാണ് നടക്കുന്നത്. എന്ത് പറ്റി, കേശുവിനെ രണ്ടുപേർക്കും വേണമെന്ന് പറഞ്ഞൊരു ഇച്ചിരി അവിടെ വെച്ചേക്കണേ.